പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ISL 11ാം സീസണിലെ 2ാം മത്സരത്തിനായി ഇറങ്ങുന്നത്. എന്നാൽ നാളത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ പ്രധാനപ്പെട്ട 3 മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. 3 താരങ്ങൾ ആദ്യ 11ലേക്ക് കടന്നു വരും. കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ 11ൽ ഇടം പിടിക്കാതിരുന്ന 3 താരങ്ങളായിരിക്കും അടുത്ത മത്സരത്തിൽ ആദ്യ 11ലേക്ക് കടന്നു വരിക എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ 7Kയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഈസ്റ്റ് ബംഗാളിനെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ 2ാം മത്സരത്തിനായി ഇറങ്ങുകയാണ്. ആദ്യ വിജയം ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തായാലും 3 വമ്പൻ മാറ്റങ്ങൾ നാളത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പിൽ ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ലൈനപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ് തന്നെ ഇറങ്ങാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും 4-3-3 ഫോർമേഷനിൽ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നാളെയും ഇറങ്ങുന്നത്. ഇനി ഡിഫൻസിലേക്ക് അവിടെ വരികയാണ്. മിലോസ് റൺസിച്ച്, അതുപോലെ തന്നെ പ്രീതം കോട്ടാൽ എന്നീ താരങ്ങൾ സെൻറ്റർ ബാക്കിൽ അണിനിരക്കും. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു താരമാണ് സന്ദീപ് സിംഗ്. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നത് സഹീഫ് ആയിരുന്നു. അപ്പോൾ അവിടെ സഹീഫിന് പകരം ഐബാൻ ഡോഹ്ലിങ്ങിനെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഐബാൻ ഇല്ലെങ്കിൽ അവിടെ നമ്മൾ നവോച്ചെ പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ സാധ്യത ഇപ്പോൾ അവിടെ ഐബാൻ ഡോഹ്ലിങ്ങിനാണ്. ഇനി മധ്യനിരയിലേക്ക് ഒന്ന് എത്തുകയാണെങ്കിൽ മധ്യനിരയിലാണ് വമ്പൻ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ മധ്യനിര അപ്പാടെ പാളിപ്പോകുന്നൊരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. മധ്യനിരയിൽ നിന്നും മുന്നേറ്റത്തിലേക്ക് പന്തെത്തിക്കാൻ മധ്യനിരയിലെ താരങ്ങൾക്ക് കഴിയാത്തതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. എന്നാലും മധ്യനിരയിൽ വമ്പൻ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മധ്യനിരയിൽ കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിയ വിപിൻ മോഹനൻ ആദ്യ 11ലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രെഡിയും ഉണ്ടാകും. അതുപോലെ തന്നെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ തിരികെ എത്തുന്നു മധ്യനിരയിലേക്ക്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ലൂണ കളിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ 2 വിങ്ങിലും കളിക്കുന്ന താരങ്ങൾ നോവാസദോയും അതുപോലെ തന്നെ മുഹമ്മദ് ഐമനും ആയിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഗോളടിച്ചു കൂട്ടാൻ ജീസസ് ജിമിനസ് എന്ന് പറയുന്ന താരം എത്തും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ജീസസ് ജിമിനസ് കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിയിട്ടായിരുന്നു ഒരു ഗോൾ സ്കോർ ചെയ്തിരുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ താരം ആദ്യ 11ലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വമ്പൻ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 3 മാറ്റങ്ങളാണ്. 1 അഡ്രിയാൻ ലൂണ, 2 വിപിൻ മോഹനൻ, 3 ജീസസ് ജിമിനസ് എന്നീ താരങ്ങൾ ആദ്യ 11ലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കൂടാതെ ഐബാൻ ഡോഹ്ലിങ്ങും ആദ്യ 11ലേക്ക് കടന്നു വരും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ലൈനപ്പ്. എന്തായാലും 3 വമ്പൻ മാറ്റങ്ങളുമായി ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.